നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആവണി വാ. അച്ചു, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇവിടെ ആരുമില്ലേ മോളെ? ആവണിക്കുട്ടി ആന്റി? എന്തുണ്ട് ആവണിക്കുട്ടി? എടുത്തേപ്പോ വന്നു? ദേ ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങൾ അമ്മൂമ്മയെ കാണാൻ പോവാ. ആണോ? അമ്മയൊന്ന് കാണാൻ പോണം. പോകുന്ന വഴി ഇവിടെ കേറി നിന്നെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. ദാ കമലമ്മ തന്നു വിട്ട കുറച്ച് പലഹാരങ്ങളാ. സച്ചി എവിടെ? സച്ചേട്ടാ ഓഫീസിലേക്ക് പോയതാ. നിങ്ങൾ ഇരിക്കുക, ഞാൻ ചായ എടുക്കാം. ചായയൊന്നും വേണ്ട. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? ഏയ് ഒന്നുമില്ല. ആന്റിക്ക് എന്താ പനിയുണ്ടോ? ഒന്നുമില്ല മോളെ. നിനക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ആ ബുദ്ധിമുട്ട് ഞാൻ മാറ്റിത്തരാം. എനിക്കൊരു കുഴപ്പമില്ല. ആന്റി ഇവിടെ നിക്ക്. എവിടെയാ പോകുന്നേ? ആവണി എന്തുവാ? ഞാൻ ഇപ്പൊ വരാവേ. ഇതിന്റെയൊക്കെ ഇടയിൽ ജീവിക്കുന്ന നിന്നെ സമ്മതിക്കണം. അവിടെ എന്താ വിശേഷം? അവിടെ കുറെ നാളായിട്ട് ഒരു വിശേഷേ ഉള്ളൂ. ആതിരയുടെ കല്യാണം. അജയനുമായിട്ടുള്ള കല്യാണം വേഗം നടത്തണമെന്ന് അനൂപേട്ടൻ പറയുന്നത്. നീയും കൂടി അവളോടൊന്നും സംസാരിക്കേ. ഇപ്പോഴും വലിയ താല്പര്യമില്ലാത്ത പോലെ അവള്. ഈ വീട്ടിലേക്ക് വരണമെന്നുള്ള അവളുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് ബാക്കി എല്ലാവർക്കും ബോധ്യമായി. അവൾ ഇപ്പോഴും അതിന് നോമ്പ് നോറ്റിരിക്കുക. ഞാൻ അറിഞ്ഞിടത്തോളം ഈ അജയൻ എന്ന ആൾ അത്ര നല്ലവനൊന്നും അല്ല. ആര് പറഞ്ഞു? ആതിരയാണ് പറഞ്ഞതെങ്കിൽ അവൾ ഇത് മുടക്കാൻ വേണ്ടി പറഞ്ഞതാ. അവന്റെ കുടുംബത്തെ കുറിച്ച് എനിക്ക് അറിയാവുന്നതല്ലേ. പൊന്നുപോലെ നോക്കുന്ന ഒരു അച്ഛനും അമ്മയും. അജയനാണെങ്കിൽ ആതിര എന്ന് പറഞ്ഞ ജീവനാ. ഇനി എന്ത് വന്നാലും ശരി, അജയനെ ആതിരയെ കൊണ്ട് മാത്രമേ കെട്ടിക്കൂ. അതുറപ്പായ കാര്യം. അമ്പിളി, അമ്പിളി. അച്ചു, അമ്പിളി ഇവിടെ ഇല്ലല്ലേ? എന്നിട്ട് നിന്റെ ആതിരാന്റിയ വിവാഹത്തിന് സമ്മതിച്ചോ? അതിന് ആന്റിയുടെ കല്യാണം കഴിഞ്ഞല്ലോ. വിവാഹം കഴിഞ്ഞോ? അങ്ങനെ കഴിഞ്ഞൊന്നല്ല, കഴിഞ്ഞതുപോലെ തന്നെയല്ലേ. അതാ ഞാൻ ഉദ്ദേശിച്ച. ആരുമായിട്ട്? സന്ദീപങ്ങളുമായിട്ട്. സന്ദീപങ്ങളിലെ മാത്രമേ കല്യാണം കഴിക്കൂന്നൊക്കെ ആന്റി വീട്ടിൽ പറയുന്ന കേട്ടു. പിന്നെ സന്ദീപങ്ങളിന് വേണ്ടി കാത്തിരിക്കണ്ടെന്ന് നീ നിന്റെ ആന്റിയോട് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞാ മതിയോ? ആതിരയോട് ഞാൻ പറഞ്ഞാ മതിയോന്ന്? ആര് പറഞ്ഞാലും വേണ്ടില്ല, സന്ദീപ് എന്റെ. അയ്യോ, നീ എടുത്തോ. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം ആ കിഴങ്ങനെ? നിന്റെ സന്ദീപിനെ പറഞ്ഞോണ്ടല്ലോ. ഒരു സന്ദീപ്, നീ തന്നെ എടുത്തോ അവനെ. ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് അവക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റാത്തവനെ അല്ലെങ്കിൽ തന്നെ എന്റെ അനിയത്തിക്ക് ആവശ്യമില്ല. വലിയ വീട്ടിലെ പയ്യന്മാര് കണ്ണും കഴിയും കാണിക്കുമ്പോ മയങ്ങി വീടെടുത്തെന്ന് അനിയത്തോട് പറഞ്ഞുകൂടായിരുന്നോ? കയ്യും കണ്ണും കാണിച്ച മയങ്ങി വീഴൂ. മോളെ, നീ ചെന്ന് അച്ചു ആന്റിയുടെ അടുത്ത് ചെന്നിരിക്കും.
ചെല്ല്. കൈയും കണ്ണും കാണിച്ചാ മയങ്ങി വീഴും. അപ്പൊ കാല് കാണിക്കണ്ടേ? ആ, ഞാൻ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് എന്തിനാന്നറിയോ? നീ ഇനി സംസാരിച്ച് പരിധി വിടും. അതിന്റെ അവസാനം ഞാൻ നിനക്കിട്ട് പൊട്ടിക്കുകയും ചെയ്യും. അത് കൊച്ചു കാണണ്ടെന്ന് കരുതിയാ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. നീ എന്താ പറഞ്ഞ? വലിയ വീട്ടിലെ പയ്യന്മാര് കണ്ണും കൈയും കാണിക്കുമ്പോ മയങ്ങി വീഴുന്നവളാ എന്റെ അനിയത്തിയെന്നോ? അവളെ നല്ലതുപോലെ തന്നെയാ ദയാനന്ദ മാഷും കമലമ്മയും വളർത്തിയത്. അല്ലാതെ ഇതുപോലെ അഴിച്ചു വിട്ടേക്കുമല്ല. ആദരയ്ക്ക് പിന്നെ ഒരു അബദ്ധം പറ്റി. നട്ടല് പണയം വെച്ച ഇവിടുത്തെ കൊച്ചു മുതലാളിയെ ആളും തരവും നോക്കാതെ പ്രേമിച്ചു. അല്ലെങ്കിൽ അവന് പറ്റിയത് നീ തന്നെയാ. മൂന്നിന്റെ കറിവേപ്പില പോലെ നീ അവനെ വലിച്ചെറിയുമ്പോ അവൻ മോങ്ങിക്കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാം. ആദര നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യും. നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. എന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവരെല്ലാം ചതിക്കില്ലേ നിങ്ങള്? പൈസ കണ്ട് മൂക്കും കുത്തി വീണ എന്തും ചെയ്യും. എന്നിട്ടാ വലിയ ഡയലോഗ് അടിക്കുന്നെ. ഡേ, നിന്നോടാരാ പൈസ കണ്ട ഞാൻ എന്തും ചെയ്യൂന്ന് പറഞ്ഞ്? അവന്തികയാണോ? അങ്ങനെ ഒരു ധാരണ അവന്തികയ്ക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റാൻ പറയണം. ഈ നിൽക്കുന്ന അനിയത്തി സന്ദീപുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ചത്തു കളയൂന്നൊക്കെ നിന്റെ ചേച്ചി എന്നോട് പറഞ്ഞതുകൊണ്ടാ ഞാൻ സഹായിക്കുന്ന തീരുമാനിച്ചത്. പിന്നെ സന്ദീപ് എന്ന് പറയുന്നവൻ ഒരിക്കലും ധൈര്യം കാണിച്ച് ആതിരെ കെട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടും. അവന്തിക നടക്കില്ലെന്ന് പറയുന്ന ഒരു കാര്യം ഈ വീട്ടിൽ നടക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ വരുമ്പോ ഒരിക്കലും ആതിര ഇവിടേക്ക് വരാനും പോകുന്നില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ട് കുറച്ച് കൂടെ നിന്നു. പിന്നെ പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നപ്പോ വേണ്ടെന്നും പറഞ്ഞില്ല. അല്ലാതെ എന്റെ കുടുംബത്തെ തകർക്കുന്ന ഒന്നും മീര ചെയ്യില്ല. പിന്നെ അവന്തികയുടെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. വലിയൊരു കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ. ആ അനൂപിന്റെ വലിയ കടം ആരോ വീട്ടിൽ നിന്ന്. അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് മീര എന്നെ വിളിച്ച് നന്ദി പറഞ്ഞു. നിവൃത്തിയില്ലാതെ ഞാനത് സമ്മതിക്കുകയും ചെയ്തു. ആ കടപ്പാട് എന്നും ഉണ്ടാവും, അവന്തികയോട് മാത്രം. അത് കണ്ടോണ്ട് നീ കിടന്ന് തിളക്കല്ലേ മോളെ. ഓടിച്ച് കൊരണക്കുറ്റി പോയിക്കും ഞാൻ. ഞാനും നീയും കാണുമ്പോഴൊക്കെ നീ ചെണ്ടയും ഞാൻ മാരാരുവാ. അതുകൊണ്ട് ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇന്നെങ്കിലും പരസ്പരം സംസാരിച്ച് വഴക്കില്ലാതെ പിരിയാൻ നമുക്ക്. എന്ന് കരുതി എപ്പോഴും ഈ സൗജന്യം നീ പ്രതീക്ഷിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.